നിങ്ങളൊരു പുതിയ ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? മാർക്കറ്റിൽ ആയിരക്കണക്കിന് ലാപ്ടോപ്സ് അവൈലബിൾ ആണ്. ഓരോന്നിനും വ്യത്യസ്ത ഫംഗ്ഷനാലിറ്റീസ്, വ്യത്യസ്ത ഫീച്ചേഴ്സ്, വ്യത്യസ്ത പ്രൈസ് റേഞ്ചിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് ബെസ്റ്റ് സ്യൂട്ട് ആവുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ബെസ്റ്റ് സ്യൂട്ട് ആവുന്ന ഒരു അടിപൊളി ലാപ്ടോപ്പ് എങ്ങനെ ചൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ ബ്രെയിനായിട്ട് ആക്ട് ചെയ്യും. കാരണം ഒരു പ്രോസസ്സറാണ് നിങ്ങളുടെ ലാപ്ടോപ്പ് എത്രമാത്രം വർക്ക് ഒരേ സമയം ചെയ്യുന്നു, അത് എത്ര വേഗത്തിൽ ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊസസ്സറിൻ്റെ പ്രോസസ്സിംഗ് പവർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ വിലയും കൂടാറുണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോസസ്സറുകൾ രണ്ട് കമ്പനിയുടെ ആണ്. ഒന്ന് ഇൻ്റലിൻ്റെയും മറ്റേത് AMDയുടെയും. ഇൻ്റലിൻ്റെ പ്രോസസ്സറുകൾ പെൻറ്റിയം i3, i5, i7, ഏറ്റവും ലേറ്റസ്റ്റ് ആയി i9 ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ AMDയുടെ Ryzen സീരീസിലുള്ള 357 പ്രോസസ്സറുകൾ അവൈലബിൾ ആണ്. രണ്ടാമത്തെ പോർഷനാണ് റാം എന്ന് പറയുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിനാൽ എത്ര പ്രോസസ്സറുകൾ ഒരേ സമയം റൺ ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്യുന്ന റാം പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ 8GB റാം ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്. കാരണം അത് സ്റ്റാൻഡേർഡ് യൂസർ എന്ന് പറയുമ്പോൾ ഒരു 8GB റാമെങ്കിലും മിനിമം ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് ബഡ്ജറ്റ് ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു 4GB വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ 4GB താഴെ പോകരുത്. കാരണം 4GB താഴെ Windows 10 OS ഒക്കെ ലാഗ് ചെയ്യും. പിന്നെ റാം എന്ന് പറഞ്ഞാൽ രണ്ട് കാറ്റഗറി ഉണ്ട്, DDR3യും DDR4ഉം. അപ്പോൾ DDR3 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പഴയതാണ്. DDR4 ചൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ റാം അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അത് സേഫ് ആയിരിക്കും. പിന്നീട് ഗെയിമിങ്ങിനും ഹൈ ഗ്രാഫിക്സ് വർക്കിനൊക്കെ ആണെങ്കിൽ 16GB റാം അല്ലെങ്കിൽ 32GB റാം ചൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്നത് സ്റ്റോറേജ് ആണ്. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, അതായത് SSD, പിന്നെ പഴയ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് HDD. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ മൂന്നിനും 3 അഡ്വാൻറ്റേജ് ആണ്. ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ ഒരുപാട് സ്റ്റോറേജ് അവൈലബിൾ ആണ്. പക്ഷേ അവിടെ പെർഫോമൻസ് കുറവായിരിക്കും, ഡാറ്റ റീഡ് റൈറ്റ് സ്പീഡും കുറവായിരിക്കും. SSD എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈ പ്രൈസ് ആയിരിക്കും, പക്ഷേ പെർഫോമൻസ് ടോപ്പ് ലെവലായിരിക്കും. കാരണം ഭയങ്കര റീഡ് റൈറ്റ് സ്പീഡായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രൈസിന് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് തന്നെ വാങ്ങിക്കുക. പിന്നീട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഹൈബ്രിഡായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഫയൽസ് മൊത്തം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഹാർഡ് ഡിസ്കും നിങ്ങളുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് SSD. അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ ഫാസ്റ്റായിട്ട് ലോഡ് ആവുകയും നിങ്ങളുടെ ബൂട്ട് ടൈം ഒക്കെ നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സ്റ്റോറേജ് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് യൂസർ ആണെങ്കിൽ ഒരു 1TB സ്റ്റോറേജ് തന്നെ ധാരാളമായിരിക്കും. അടുത്തതായിട്ട് വരുന്നതാണ് ബാറ്ററി ലൈഫ് എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പിൻ്റെ പോർട്ടബിലിറ്റി, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബാറ്ററി ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം ബാറ്ററി ലൈഫ് ഉള്ള ലാപ്ടോപ്പുകൾ തന്നെ നോക്കി വാങ്ങിക്കുക. നിങ്ങളൊരു 6 hour സ്റ്റാൻഡ് ബൈ ടൈം ഉള്ള ലാപ്ടോപ്പുകൾ നോക്കി വാങ്ങിക്കുക. കാരണം 6 hour പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4 hour ഒക്കെ സ്റ്റാൻഡ് ബൈ ടൈം ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു 8 hour ബാറ്ററി ലൈഫ് ഉള്ള ലാപ്ടോപ്സ് ചൂസ് ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഗ്രാഫിക്സ് കാർഡുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ വീഡിയോ റെൻഡറിങ്ങിൻ്റെ കേപ്പബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റാൻഡേർഡ് യൂസറാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യമില്ല. കാരണം ഇൻറ്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് കാർഡുകൾ നിങ്ങൾ ലാപ്ടോപ്പിൽ ഓൾറെഡി കാണും. അപ്പം അത് വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ റെൻഡറിങ്, ഗെയിമിങ് അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് വേണം. അപ്പോൾ ഈ എക്സ്ട്രാ ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സ് കാർഡിന് ഭയങ്കര ഹൈ പ്രൈസാണ്. ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഒരു 2GB തൊട്ട് ഗ്രാഫിക്സ് കാർഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രാഫിക്സ് കാർഡ് വാങ്ങിക്കുക. പിന്നെ വീഡിയോ എഡിറ്റിങ്, റെൻഡറിങ്, ആനിമേഷൻ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രാഫിക്സ് കാർഡുകൾ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം കോറുകളുള്ള ക്യൂഡ കോറുകൾ ഒക്കെ ഉള്ള ഗ്രാഫിക്സ് കാർഡുകൾ ചൂസ് ചെയ്യുക. ഓക്കെ, ലാപ്ടോപ്പ് ചൂസ് ചെയ്യുമ്പോൾ പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് 3 എണ്ണമാണ്: വിൻഡോസ്, ലിനക്സ്, MacOS. അപ്പോൾ വിൻഡോസ് എന്ന് പറയുമ്പോൾ വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ മിക്കവാറുള്ള ഗെയിമുകളെല്ലാം ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് തന്നെ വിൻഡോസിലേക്കായിരിക്കും. പിന്നീട് വരുന്നത് ലിനക്സ് ആണ്. ലിനക്സ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീ ആണ്, അതിന് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് അവൈലബിൾ ആകും. പക്ഷേ വിൻഡോസിന് അത്രയും സോഫ്റ്റ്വെയറുകളുടെ അവൈലബിലിറ്റി ഇല്ലെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം അവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഗെയിമുകളും ലിനക്സിലോട്ട് പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വിഷയം വരുന്നില്ല. പിന്നീട് MacOS എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്, ഗ്രാഫിക്സ് ഡിസൈനിങ്, ആനിമേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസിൻ്റെ അത്രയും സോഫ്റ്റ്വെയറുകളും ഗെയിമുകളും അവൈലബിൾ അല്ലെങ്കിൽ കൂടിയും അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് ഡിസൈനിങ് ടൂളുകൾ ടോപ്പ് ലെവലാണ്.
ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന കുറച്ച് ലാപ്ടോപ്പുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത്രയും നാൾ ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദി. ഇനി ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടോ സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.